ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മയൂരീസ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നൊരു റീസൈക്ലിംഗ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പഴയ ക്ലോത്തും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് നമുക്ക് ഇതേപോലെ ഒരു ഫുഡ് കാരിയർ ബാഗ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു പുതിയ ഡിസൈനിലുള്ളതാണിത്. അപ്പോൾ ഞാനിവിടെ മെഷർമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലോത്ത് എടുത്തിരിക്കുന്നത് ഒരു പഴയ ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസ് നമുക്ക് ഉപയോഗിക്കാത്തത് എടുക്കുക. ഓക്കെ, മാച്ചിങ് നമ്മളങ്ങനെ ഉപയോഗിക്കാത്ത ബ്ലൗസ് പീസൊക്കെ കാണും, അതെടുക്കുക. പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് വെച്ചാൽ ഞാൻ ആട്ടയുടെ കവറാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് റൈസിൻ്റെയൊക്കെ ഇതുപോലെ തന്നെ ബാഗ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഇതേപോലെ ഒരു ഷീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ക്ലോത്തിൻ്റെയും ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെയും നല്ല പോർഷൻ പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് 3 സൈഡ് ഇതേപോലെ പിൻ ചെയ്തെടുക്കാം. നമുക്കിത് നടുക്കൂടെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ 3 സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അകത്തെ പോർഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലോത്താണ് അകത്തായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചിടുന്നതിന് മുൻപ് തന്നെ നമുക്കിതിൻ്റെ കോർണേഴ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു 12 സെൻറ്റിമീറ്റർ വീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിടാം. അപ്പോൾ ഇതാ നമ്മുടെ ബാഗ് റെഡി ആയിക്കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇനി നമുക്ക് അതിൻ്റെ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്താൽ മതി. അതേപോലെ ടോപ്പ് പോർഷനിലുള്ള ആ കവറിങ് നമ്മൾ ഒന്ന് ക്ലോസ് ചെയ്യാനുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഇതേപോലെ എക്സ്ട്രാ ഒരു ട്രയാങ്കിൾ പീസ് കാണാം. നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. സ്റ്റിച്ച് ലൈൻ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്കിതിൻ്റെ ടോപ്പിൽ ഒരു ചെറിയ പൈപ്പിംഗ് ചെയ്യാം. അപ്പോൾ പൈപ്പിംഗ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ ഫസ്റ്റ് ഈ പുറത്തൂടെ ഒന്ന് അടിക്കുക, പിന്നെ അത് മടക്കി അകത്തോട്ട് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് മടക്കി അടിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പൈപ്പിംഗ് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് ഞാൻ ഒരു ഷേപ്പ് കിട്ടുന്നത്. ഇനി നമുക്ക് 45 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയിലും 2 ക്ലോത്ത് എടുത്തിട്ട് നല്ല പോർഷൻ അകത്ത് വരുന്ന രീതിയിൽ വയ്ക്കുക. ഇനി ഈ കാണുന്ന പോലെ 13 സെൻറ്റിമീറ്ററിൽ ഈ 2 ലൈൻ പോലെ 2 സൈഡിലും അടിച്ചെടുക്കുക. അപ്പോൾ 2 സൈഡിലും ഹോൾ വരും. അപ്പോൾ ആ ഹോൾ വെച്ചിട്ട് നമ്മൾ മുകളിലോട്ട് ഹോൾ മുകളിൽ വരുന്ന രീതിയിൽ അകത്തേക്ക് മടക്കി വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ വീതിയിൽ ഇതേപോലെ ഒന്നും കൂടെ ഒരു പൈപ്പിംഗ് രീതിയിൽ നമ്മൾ അടിച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്തോട് നമുക്ക് ത്രെഡ് കയറ്റി നമുക്ക് കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബാഗിൻ്റെ ടോപ്പ് പോർഷനിലാണ് അത് വരുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പീസ് നമ്മുടെ ബാഗിൻ്റെ പുറത്തൂടെ ഇടുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ബാഗിൻ്റെ ഈ ഹോൾ 2 സൈഡിൽ വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന എൻഡ് ഉണ്ടല്ലോ, അത് വേണം നമ്മുടെ ബാഗിൻ്റെ ടോപ്പ് പോർഷൻ വരാൻ. ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ ആ ടോപ്പ് പോർഷനും കൂടെ ചേർത്ത് വെച്ചിട്ട് ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന്. ഇതേപോലെ വെക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഒരു ഹാൻഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ ഇതിനകത്തുള്ള ത്രെഡും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പീസൊക്കെ അകത്തുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചും കൂടി ഭംഗിയായിട്ടിരിക്കുന്നത്. ഇനി ഞാൻ ഇതേപോലെ ഹാൻഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിലിന് വേണ്ടിയിട്ട് ഞാൻ സെയിം ഒരു പീസ് എടുത്തിട്ടുണ്ട് ക്ലോത്ത്. അതേപോലെ തന്നെ ഞാനൊരു നമ്മുടെ അരിയുടെയൊക്കെ ബാഗ് വരുന്ന അതിൻ്റെ ഒരു ഹാൻഡിൽ ഞാൻ ഇതേപോലെ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇതിന് ചുറ്റുമായിട്ട്, അപ്പോൾ ഇച്ചിരി കട്ട് കിട്ടും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അപ്പോൾ അതിന് ചുറ്റുമായിട്ട് ഈ ക്ലോത്ത് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 സൈഡും വെക്കാനുള്ള ഹാൻഡിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഒരു പഴയ ഒരു അരിയുടെ ചാക്കിൽ നിന്നാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഹാൻഡിലും റെഡി ആയി കഴിഞ്ഞു. ഇനി അത് നമുക്ക് പുറത്തോട്ട് വെച്ച് തന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്താൽ മതി. ആ 2 സൈഡിലും ഇതേപോലെ വെച്ചിട്ട് സെൻറ്റർ പീസിൽ വെച്ചിട്ട് എടുക്കാം. ഇനി ഞാനിത് ഈ ഒരു ഹോളിൽ കൂടി, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പൈപ്പിംഗ് ചെയ്ത ഹോളിൽ കൂടി ഞാൻ ഇതേപോലെ ഒരു ത്രെഡ്, ഇത് ഞാൻ ക്രോഷേ ചെയ്തത് ജസ്റ്റ് ഒരു മാച്ചിങ് ആയിട്ട് ചെയ്തതേ ഉള്ളൂ. നമുക്ക് സാധാരണ ചരടൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ചണത്തിൻ്റെ ചരടൊക്കെ കിട്ടുമല്ലോ, അത് നമുക്ക് ക്രോഷേ പോലെ ചെയ്തിട്ട് ഇതേപോലെ കട്ടിക്ക് നമുക്ക് ഇടാവുന്നതാണ്. ഓക്കെ, അല്ല പിരിച്ചു വെച്ചിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാഗ്. നമ്മുടെ ഫുഡൊക്കെ അകത്ത് വീണാൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് ഇടാതിരുന്നത്. പ്ലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യാൻ പറ്റും, ഫുഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഫുഡൊക്കെ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ വളരെ നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്.